എനിക്ക് പേടിയൊക്കെ പക്ഷെ ആദ്യമായിട്ട് ഇത്ര മേളിൽ കയറി നോക്കിക്കാം. ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഞ്ചൽ എൻജിയുടെ മുണ്ടപ്പാടത്തിന് പുതിയൊരു സ്വാഗതം. അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ആണെങ്കിൽ നമ്മുടെ കസിൻസ് രണ്ടുപേരും വന്നിട്ടുണ്ട്, കുട്ടനും മണിയും വന്നിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മളെന്താ ഇത്രയും നാളും വീഡിയോ ഇടാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് അവധിയൊക്കെ കഴിഞ്ഞ് പേപ്പറൊക്കെ കിട്ടി, എക്സാം പേപ്പറൊക്കെ കിട്ടി, ഒരു വിധത്തിൽ ജയിച്ചു. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ ഇടാതിരുന്നത്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ആണെങ്കിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. അപ്പോൾ ആണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് അത് വിശദീകരിച്ച് നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. നേരത്തെ ഞങ്ങൾ പറഞ്ഞായിരുന്നു നമ്മളൊരു തീർത്ഥാടന കേന്ദ്രത്തിലോട്ട് വരുവാന്ന്. അതാണ് അതിരമ്പുഴ സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ച് അതിരമ്പുഴ. അതാണ് നിങ്ങൾ കാണുന്നത്. രണ്ട് പള്ളികളായിട്ടാണ് ഈ പള്ളി ഉള്ളത്. ചെറിയ പള്ളിയും വലിയ പള്ളിയാണ്. ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഈ രണ്ട് പള്ളികളും വരുന്നത് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ AD 337 രൂപം കൊണ്ട കുറവലങ്ങാട് പള്ളിയുടെ കുരിശുപള്ളിയായിട്ടാണ് ഈ പള്ളി സ്ഥാപിതമായത് കേട്ടോ. യാതൊരു സൗകര്യങ്ങളും ഇല്ലാതിരുന്ന കാലത്ത് 15 കിലോമീറ്റർ നടന്നായിരുന്നു കുറവലങ്ങാട് പള്ളിയിലോട്ട് പോവുക. അങ്ങനെ ഇവിടെ കുടിയേറി പാർക്കാരുടെ സൗകര്യത്തിന് വേണ്ടിയാണ് ഇവിടെ ഈ കുരിശുപള്ളി സ്ഥാപിതമായത്. ഫ്രണ്ട്സ്, ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. പണ്ട് രാജഭരണ കാലത്താണെങ്കിൽ എട്ടന്നശ്ശേരി ഇല്ലത്തെ ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു. നമ്പൂതിരിക്കാണെങ്കിൽ മക്കളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആണെങ്കിൽ കുറേ പ്രാർത്ഥനകൾ നടത്തിയിട്ട് പോലും ആണെങ്കിൽ നമ്പൂതിരിക്കാണെങ്കിൽ മക്കളുണ്ടായില്ല. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ കന്യാമറിയത്തോട് പ്രാർത്ഥിച്ചിട്ട് നമ്പൂതിരിയുടെ ഭാര്യ ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കുകയും അങ്ങനെ നമ്പൂതിരി ആണെങ്കിൽ പരിശുദ്ധ മറിയത്തോടുള്ള നന്ദി സൂചിപ്പിക്കാനായിട്ട് സ്ഥലം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ നമ്പൂതിരി ദാനം ചെയ്ത സ്ഥലത്താണ് AD 835 ആദ്യമായി പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ നാമത്തിലുള്ള പള്ളി സ്ഥാപിച്ചത്. പിന്നീട് കാലക്രമേണ ഇപ്പോൾ വലിയ പള്ളി ഇരിക്കുന്ന സ്ഥലത്തോട്ട് ആ കുരിശുപള്ളി മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു. കുട്ടനാണെങ്കിൽ കുറവലങ്ങാട് ഇടവക്കാരനാണ്. ചെറിയ പള്ളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് അതിരമ്പുഴയിലും മറ്റ് പരിസര പ്രദേശങ്ങളിലും വസൂരി രോഗം പടർന്നു പിടിക്കുകയും അനേകം ആളുകൾ മരിക്കുകയും ചെയ്തു. അങ്ങനെ വികാരിയച്ഛൻ്റെ നിർദ്ദേശപ്രകാരം വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളനോട് പ്രാർത്ഥിക്കുകയും എല്ലാവരുടെയും രോഗം ഭേദമാകുകയും ചെയ്തു. അങ്ങനെ പുണ്യാളനോടുള്ള നന്ദി സൂചകമായാണ് ഈ ചെറിയ പള്ളി ഇവിടെ സ്ഥാപിതമായത്. ഫ്രണ്ട്സ്, ഇനി നമ്മൾ അങ്ങോട്ട് പോവാണ്. അങ്ങോട്ട് ചെന്നിട്ട് നമുക്ക് പള്ളിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാം. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട്
നമുക്കാണെങ്കിൽ ഈ പള്ളിയുടെ അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. പള്ളി പൂട്ടി ഇട്ടേക്കാണ്, ഇന്ന് പള്ളി അടച്ചിട്ടേക്കാണ്, നമുക്ക് കയറാൻ പറ്റത്തില്ല. അപ്പോൾ ആണെങ്കിൽ നമുക്ക് അവിടെ എണ്ണ ഒഴിക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം കേട്ടോ. അതിരമ്പള്ളി ആണെങ്കിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പേരുള്ള പള്ളിയാണെങ്കിലും ഇവിടെ വലിയ പ്രധാനമായിട്ട് ആചരിക്കുന്നത് വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ പെരുന്നാളായിട്ടാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ പള്ളി സ്ഥാപിച്ചിട്ട് എത്ര നാളായെന്ന് നിങ്ങൾക്കറിയാൻ ഈ ഡോറ് നോക്കുമ്പോൾ ഇത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങി വരാം. ഇതാണ് അതിരമ്പുഴ സ്കൂൾ. ഇവിടെയാണ് ഞാൻ പഠിക്കുന്നത്. ഇതാണ് അതിരമ്പുഴ സ്കൂള്. GHS സ്കൂളാണ്, ഗേൾസ് ഹൈസ്കൂളാണ്. ഇത് ഗേൾസ് സ്കൂളാട്ടോ. LP സ്കൂള് ഈ സ്കൂളിൻ്റെ അപ്പുറത്താണ് ഉള്ളത്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഷെഡുണ്ട്, മഴ നനയാതിരിക്കാൻ ഷെഡുണ്ട്. ഇവിടെ ആണെങ്കിൽ നല്ല വിസ്തരിച്ചുള്ള സ്ഥലമാണ്. 5 ഡോറാണ് ഈ പള്ളിക്ക് മൊത്തത്തിലുള്ളത്. ഇനി നമുക്ക് പള്ളിയുടെ അപ്പുറത്തെ ഭാഗം കാണാം കേട്ടോ. ഫ്രണ്ട്സ്, ഇതിലാണ് അമ്മുവിൻ്റെ സൺഡേ സ്കൂൾ ഉള്ളത്. അമ്മു സൺഡേ സ്കൂൾ പഠിക്കുന്നത് ഈ പള്ളിയിൽ തന്നെയാണ്. ഫ്രണ്ട്സ്, ഇവിടെ ഓടിത്തളർന്ന് മടുത്തിരിക്കുകയാണ്. ഫ്രണ്ട്സ്, ഞാൻ മുമ്പേ ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ നിന്നായിട്ടൊരു കുരിശ് കിട്ടിയിട്ടോ. ഫ്രണ്ട്സ്, ഇവിടെ ആണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അകത്ത് കയറാനായിട്ട് പറ്റത്തില്ല, കാരണം പൂട്ടിയിട്ടേക്കുമാണ്. പള്ളിയുടെ വാതിലാണെങ്കിൽ പൂട്ടിയിട്ടേക്കുമാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നതാണ് സെൻറ്റ് മേരീസ് പാരിഷ് ഹാള്. ഇവിടെ അവിടുത്തെ ഓഡിറ്റോറിയമാണ്, ഈ പള്ളിയുടെ ഓഡിറ്റോറിയമാണത്. അവിടെ ഇപ്പോൾ എന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ വലിയൊരു AC ഹോളുണ്ട്. മൊത്തത്തിൽ പള്ളിക്ക് ചെറുതും വലുതുമായിട്ട് 5ഓളം ഓഡിറ്റോറിയങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ചെറിയ പള്ളിയുടെ വിശേഷങ്ങൾ ഇത്ര ഉള്ളൂ. നമുക്ക് വലിയ പള്ളിയിൽ പോകാം. ചെറിയ പള്ളിയിൽ നിന്ന് വലിയ പള്ളിയിലോട്ട് പോകുമ്പോഴാണ് കുരിശിൻ്റെ വരി നടക്കുന്നത്. അങ്ങനെ കുരിശിൻ്റെ വരിയിൽ 14 സ്ഥലങ്ങളും ആണെങ്കിൽ സിമെന്റിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇത് പള്ളിയുടെ ഓഫീസാണ്. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു സ്റ്റാളും ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങള് പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ ഈ പള്ളി വന്നിട്ട് ജ്യൂസ് വാങ്ങിച്ചിട്ടോ. ഫ്രണ്ട്സ്, ഇവിടെയാണെങ്കിൽ പള്ളിയുടെ ഒരു സ്റ്റാൾ ഉണ്ട് കേട്ടോ. അവിടെ നിന്നാട്ടോ ഞങ്ങളിത് വാങ്ങിച്ചത്. വികാരിയച്ഛനും മറ്റ് കൊച്ചന്മാരും ഈ റൂമുകളിലാണ് താമസിക്കുന്നത്. സിസ്റ്റേഴ്സ് എല്ലാം ഞാൻ നേരത്തെ കാണിച്ച സ്കൂളിൻ്റെ അപ്പുറത്തൊരു സ്കൂളുണ്ട്, LP സ്കൂൾ. അവിടുത്തെ മഠത്തിലാണ് താമസിക്കുന്നത്. വലിയ പള്ളിയുടെ മുൻവശമാണിത്. ഇത് ഏകദേശം 1200 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. അമേരിക്കൻ ശില്പ കലാ മാതൃകയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ആണെങ്കിൽ പള്ളിയാണെങ്കിൽ അത്യാവശ്യം വലുതാണ്. 180 അടി നീളവും 55 അടി വീതിയും, പിന്നെ മണിഗോപുരത്തിനാണെങ്കിൽ 85 അടി നീളവുമാണ് ഉള്ളത് കേട്ടോ. നീളമല്ല, ഉയരമാണ് ഉള്ളത്. ഫ്രണ്ട്സ്, ഈ മണിഗോപുരത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ 3 വലിയ മണികളാണ് ഈ മണിഗോപുരത്തിലുള്ളത്. 1905 ജർമ്മനിയിൽ നിന്നാണ് ഈ 3 മണികളും കൊണ്ടുവന്നത് കേട്ടോ. ഫ്രണ്ട്സ്, ഈ മണിഗോപുരത്തിലെ 3 മണികളിലും ആണെങ്കിൽ സെൻറ്റ് മിഖായേൽ എന്നും സെൻറ്റ് സെബാസ്റ്റ്യൻ എന്നും സെൻറ്റ് മേരി എന്നും കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. അവിടെ നമുക്ക് കാണാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ തിരുവനന്തപുരപ്പള്ളി ആണെങ്കിൽ 1929 ജനുവരി 1 ഫൊറോണ ചർച്ചായിട്ട് ഉയർത്തപ്പെട്ടിട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പള്ളിയുടെ മുമ്പിൽ തന്നെ കൊടിമരം നമുക്ക് കാണാനായിട്ട് കഴിയും. ആദ്യം നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് നമ്മുടെ കൊടിമരം നമുക്ക് കാണാൻ പറ്റും. പിന്നെ ആ കാണുന്നതാണ് ഇവിടെ ഒരു എണ്ണയൊഴി നേർച്ചയുണ്ട്. വെള്ളിയാഴ്ചകളിൽ നമുക്ക് എണ്ണയൊഴിച്ച് നേർച്ചയുണ്ട്. ഈ ഒരു എണ്ണ ഒഴിക്കുന്നതിൻ്റെ മേളിൽ കണ്ട ഒരു കുരിശ്, അത് ഒറ്റക്കല്ലിൽ തീർത്ത കുരിശാണ്. ഒരു കല്ലിൽ തീർത്ത കുരിശാണ്. ഫ്രണ്ട്സ്, ഇപ്പോൾ വലിയ പള്ളി തുറന്ന് കിടക്കുകയാണ്. നമുക്ക് അകത്തേക്കൊന്ന് കയറാം. ഫ്രണ്ട്സ്, അപ്പോൾ ആണെങ്കിൽ വലിയ പള്ളി നല്ല വിശാലമായ സ്ഥലമാണ്. നമുക്ക് ഇരുന്ന് കുർബാന കൂടാനുള്ള സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ.
ഇവിടുത്തെ അൾത്താര വളരെ മനോഹരമാണ്. മാതാവിൻ്റെ കിരീടധാരണം കൊത്തിയെടുത്ത് തങ്കത്താളുകൊണ്ട് നിറം പകർന്നിട്ടുള്ള മനോഹരമായ അൾത്താരയാണ് അതിരമ്പുഴ പള്ളിയുടെ. ഇവിടെ നിങ്ങൾക്ക് ഈ പള്ളിയിൽ 2 വലിയ ഫാനുകൾ കാണാൻ കഴിയും. അത്ഭുത സിദ്ധിയുള്ള വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ രൂപമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ നമുക്കാണെങ്കിൽ മണിഗോപുരത്തിലേക്ക് കയറാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് കയറാം. ഫ്രണ്ട്സ്, ഇവിടെ കുർബാന ഇപ്പം നടക്കാൻ പോവാണ്. അതുകൊണ്ട് നമുക്ക് അധികം സൗണ്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പം കുട്ടനും മണിയും അമ്മയ്ക്കാണെങ്കിൽ റോസ് എടുക്കുന്നത് അവിടെ ഒരു ചെറിയ ഗാർഡൻ പോലെ ഉണ്ട്. അപ്പോൾ അവിടെ കളിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോകാൻ വഴി അവർക്കപ്പോൾ ഇത് കാണാനുള്ള ചാൻസ് കുഴപ്പമില്ല. നമ്മൾ പിന്നൊരു ദിവസം അവരായിട്ട് വരും. ഇനിയും മേളിലോട്ട് കയറാനുണ്ട്. എനിക്ക് പേടിയാണ്. ആദ്യമായിട്ട് ഇത്ര മേളിൽ കയറി നമുക്ക് കയറാം. ഇനി ഇങ്ങോട്ട് കയറാം ഫ്രണ്ട്സ്. ഈ ഏണികൾ പക്ഷേ ഇവിടെ നമ്മുടെ മണികളുണ്ട്. 3 മണികളുണ്ട്. ഇതിൽ പേര് കൊത്തി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റത്തില്ല കേട്ടോ. പേര് കൊത്തി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റത്തില്ല. ഇത് നമ്മൾ നിൽക്കുന്ന ഏറ്റവും ടോപ്പിലാണ്. ഈ ഏണി കയറി ഇച്ചിരി കൂടി എളുപ്പം, പക്ഷെ അത് റിസ്ക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഇനി താഴോട്ട് ഇറങ്ങുന്ന എങ്ങനെ ഇത് കണ്ടോ, ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത്.
പറ്റത്തില്ല. അപ്പം ഇനി നമുക്കിവിടെ ഒരു റോസറി ഗാർഡൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവരൊക്കെ കളിക്കുന്നുണ്ടെന്ന്. അപ്പം ഇവിടെ റോസറി ഗാർഡൻ ഉണ്ട്. അപ്പം നമുക്കിനി അങ്ങോട്ട് പോകട്ടെ. അവിടെയാണെങ്കിൽ ഒത്തിരി ഉണ്ട് കാണാൻ, നമുക്ക് അങ്ങോട്ട് പോകട്ടെ. പിന്നെ അച്ഛനോട് ഞങ്ങൾ വീഡിയോയുടെ പെർമിഷൻ ചോദിക്കാൻ പോയിരുന്നു. അപ്പം അച്ഛൻ സമ്മതിച്ചിട്ട്, എന്നിട്ടാണെങ്കിൽ എനിക്ക് വിശുദ്ധ ഡാമിയൻ്റെ ഒരു ബുക്ക് തന്നു. ഇത് ചെറിയ കഥയുടെ ബുക്ക് പോലെ തന്നെ. ഫ്രണ്ട്സ്, കുട്ടനും അമ്മൂമ്മണിയൊക്കെ ആണെങ്കിൽ അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ആദ്യം തൊട്ട് ഇങ്ങനെ കറങ്ങിച്ചിട്ട് എല്ലാം കാണാം. ഇവിടെ ഇപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു പാലമാണുള്ളത്. അതിൻ്റെ അടിയിലായിട്ട് ചെറിയൊരു കുളം പോലെ വെള്ളമൊക്കെ നിറച്ച് മീനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആണെങ്കിൽ ഇവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. ഈ കുട്ടൻ അതിൻ്റെ ഇടയ്ക്ക് എങ്ങോട്ടോ ചാടി വന്ന്. ഇത് നമുക്ക് ഫുട്പാത്ത് പോലെ ആണെങ്കിൽ നടക്കാനായിട്ടുള്ള ഇതുണ്ട് കേട്ടോ. അതിൻ്റെ സൈഡിലായിട്ട് ഇത് ഇങ്ങനത്തെ കല്ലും കൊണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഓടിൻ്റെ ഇതും കൊണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ട് സൈഡിൽ നിറച്ചും പൂക്കളാണ് ഇട്ടത്. ഈ അമ്മൂമ്മണിയൊക്കെ എവിടുന്നോ ചാടി വന്ന്. ഈ ഒരു റൂമാണ് ദുഃഖത്തിൻ്റെ രഹസ്യം കേട്ടോ. ദുഃഖത്തിൻ്റെ രഹസ്യം. ഫ്രണ്ട്സ്, ഇതിലേ പോയാലും വഴികളാണ്. അപ്പം നമുക്ക് തൽക്കാലം ഇതിലേ പോവാം. പിന്നെ ഇവിടെ പിള്ളേർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇതാ ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. അമ്മു ഇവത്തെ കയറി കാണിച്ചടി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പള്ളിയിലെ വിശേഷങ്ങളും റോസറി ഗാർഡൻ എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇരിക്കുന്നത് പള്ളിയുടെ മൈതാനത്താണ്, ഗ്രൗണ്ടിലാണ് ഇരിക്കുന്നത്. ഇവിടെ എന്താണ് ഇനി പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇനി നിറച്ചും ആഘോഷത്തിൻ്റെ ദിവസങ്ങളാണ്. ഈ ജനുവരി 19 തൊട്ട് ഫെബ്രുവരി 1 വരെ ഇവിടെയാണെങ്കിൽ പെരുന്നാളാണ് ഫ്രണ്ട്സ്. ഇവിടെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ പ്രധാനമായിട്ട് ആചരിക്കുന്ന ഒരു പെരുന്നാളാണ് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ പെരുന്നാൾ. അപ്പോൾ
അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പം തന്നെ നോക്കി എല്ലാം കാണും. ജൈൻറ്റ് വീൽ അങ്ങനത്തെ എല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ നേരെ ഓപ്പോസിറ്റ് നിന്ന് ജൈൻറ്റ് വീലാണ് കേട്ടോ കാണുന്നത്. 19-ാം തീയതി തൊട്ട് 1-ാം തീയതി വരെയാണ്, ഫെബ്രുവരി 1-ാം തീയതി വരെയാണ് പെരുന്നാളുള്ളത്. അപ്പം അതിരമ്പുഴക്കാർക്കും മറ്റെല്ലാവർക്കും നല്ല ആഘോഷം. എനിക്ക് പെരുന്നാൾ വന്നാൽ ഞാൻ ആദ്യം തന്നെ കയറുന്നത് ആ ഡ്രാഗണിലോ ട്രെയിനിലാട്ടോ. അത് എൻ്റെ ഫേവറേറ്റ് ആട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ ജൈൻറ്റ് വീൽ മാത്രമേ വന്നിട്ടുള്ളൂ. വഴിയെല്ലാം വരും. ഇപ്പം ആണെങ്കിൽ അധികം ദിവസം ആയിട്ടില്ല. ഇനി കുറച്ച് ദിവസം കൂടി ഉണ്ട് പെരുന്നാളിന്. അപ്പോൾ നമുക്ക് പെരുന്നാളിലും വരണം ഇനി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ നാമത്തിലുള്ള പള്ളിയാണെങ്കിലും ഇവിടെ പ്രധാനമായിട്ട് ആചരിക്കുന്നത് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ പെരുന്നാളാണ്. ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് സെൻറ്റ് അലോഷ്യസ് ഹൈസ്കൂള് അതിരമ്പുഴ കേട്ടോ. ഇവിടെ ഹയർ സെക്കൻഡറി സ്കൂളും ഉണ്ട്. പിന്നെ ഈ ഗ്രൗണ്ട് പള്ളിയുടെ ഗ്രൗണ്ടാണ്, പള്ളി മൈതാനമാണ്. ഇവിടെയാണ് നമ്മുടെ പെരുന്നാളിൻ്റെ റൈഡും മറ്റ് കടകൾ പോലത്തെ ഒക്കെ വരുന്നത് കേട്ടോ. തണൽ മരത്തിൻ്റെ കായാട്ടോ. ഇതിനകത്ത് കുറേ ഇങ്ങനത്തെ ചെറിയ മുട്ട് പോലത്തെ സാധനങ്ങളുണ്ട് കേട്ടോ. ഞാൻ കേൾപ്പിക്കാവേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ആണെങ്കിൽ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. നിറച്ച് ആഘോഷിക്കുന്ന ദിവസങ്ങളും അതിരമ്പുഴക്കാർ മാത്രമല്ല മറ്റെല്ലാ ജില്ലക്കാരും